ഭാരതം ശ്രീലങ്ക 5ാം T20യിൽ ഭാരതത്തിന് ആദ്യ ബാറ്റിംഗ്. ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സ്മൃതി മന്ദാന കളിക്കുന്നില്ല. 17-കാരി ജി കമലിനി അരങ്ങേറ്റം കുറിക്കും. വിവരങ്ങളുമായി കാര്യവട്ടത്ത് നിന്ന് VS കൃഷ്ണരാജ് നമുക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണരാജ്, എന്തായാലും ശ്രീലങ്കയ്ക്കാണ് ടോസ് ലഭിച്ചിരിക്കുന്നത്. അവർ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയാണ്. ഭാരതത്തിന് ബാറ്റിംഗ് ആണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു കളിയാരവത്തിന്റെ ആവേശമൊക്കെ? രാഖി, അതായത് ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ ചമരി അറ്റപ്പെട്ടു ടൈൽസ് വിളിക്കുന്നു. സ്മൃതി മന്ദാന കോയിൻ സ്പിൻ ചെയ്യുന്നു. വീണ്ടും ശ്രീലങ്കയ്ക്ക് ടോസ് കിട്ടുന്നു. അവർ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു. അപ്പോൾ ഹർമൻപ്രീതിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ടോസ് കിട്ടിയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഉറപ്പായും ഞങ്ങൾ ബാറ്റ് ചെയ്യുമായിരുന്നു, അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന മറുപടിയാണ് ഹർമൻപ്രീത് കൗർ നൽകിയത്. രണ്ട് സുപ്രധാന മാറ്റങ്ങളാണ് ടീമിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം സ്മൃതി മന്ദാന ഇന്ന് കളിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മന്ദനയ്ക്ക് പകരം 17-കാരിയായ തമിഴ്നാട് മധുര സ്വദേശിനി ജി കമലിനി ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നു. 17 വയസ്സ് മാത്രമാണ് പ്രായം എന്നോർക്കണം. അതുമാത്രമല്ല, കോവിഡ് സമയത്ത് മാത്രം ക്രിക്കറ്റ് ബാറ്റ് കൈകൊണ്ടെടുത്ത താരമാണ്. അനുജനൊപ്പം ബോറടി മാറ്റാൻ കളിച്ചു തുടങ്ങിയ താരമാണ്. വളരെ പെട്ടെന്ന് അണ്ടർ-19 ടീമിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഇന്ത്യൻ കുപ്പായം അണിയുന്നു. ഇന്ത്യൻ ക്യാപ്പ് ഹർമൻപ്രീത് കൗറാണ് കൈമാറിയത്. മുംബൈ ഇന്ത്യൻസിൽ WPL വിമൻസ് പ്രീമിയർ ലീഗിൽ സഹതാരമാണ് ഹർമൻപ്രീതിൻ്റെ. ഹർമൻപ്രീതാണ് കമലിനിക്ക് ക്യാപ്പ് കൈമാറിയത്. അങ്ങനെ കമലിനി അരങ്ങേറുന്നു. ഒരുപക്ഷെ ഓപ്പണറായി തന്നെ ഇന്ന് കളിക്കാനിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. പക്ഷേ റിച്ച ഘോഷ് അപാര ഫോമിലാണ്. അതുകൊണ്ട് തന്നെ റിച്ചയെ പുറത്തിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നിയിരുന്നില്ല. റിച്ച കളിക്കുന്നുണ്ട്. സ്നേഹറാണ് ഇന്ന് ടീമിലെത്തിയിട്ടുണ്ട്. ഫാസ്റ്റ് ബൗളർ രേണുക സിംഗ് ആണ് വിശ്രമിക്കുന്നത്. അങ്ങനെ രണ്ട് സുപ്രധാന താരങ്ങൾ പുറത്തിരിക്കുന്നു. രണ്ടുപേർക്ക് അവസരം നൽകുന്നു. സ്നേഹറാണ് പരമ്പരയിൽ കളിച്ചിരുന്നു, ഇപ്പോൾ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കമലിനിയുടെ മികവെന്താണെന്ന് കാത്തിരിക്കുകയാണ്. ഹാർഡ് ഹിറ്ററാണെന്ന് കേട്ടിട്ടുണ്ട്. മത്സരം കാണുമ്പോൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ അയൽ സംസ്ഥാനക്കാരിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊന്ന്, സ്മൃതി മന്ദാന ഇന്ന് കളിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം സ്മൃതി 62 റൺസ് മാത്രം കൂട്ടിച്ചേർത്താൽ ഈ കലണ്ടർ വർഷം 2025 ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന പുരുഷ താരത്തെ മറികടക്കുമായിരുന്നു. പക്ഷേ സ്മൃതി മന്ദാന ഇന്ന് കളിക്കുന്നില്ല എന്നാണ് ഉറപ്പിക്കുന്നത്. ഏതായാലും മികച്ചൊരു മത്സരം എന്ന് പ്രതീക്ഷിക്കുന്നു. ടോസ് കിട്ടിയതിൽ ആരാധകർ വലിയ ആവേശത്തിലാണ്. കാരണം ഇന്ത്യ മികച്ച ഒരു സ്കോർ പടുത്തുയർത്തുമെന്ന പ്രതീക്ഷയുണ്ട്. അവിടെ ചമരി അറ്റപ്പെട്ടു. ശ്രീലങ്കൻ ക്യാപ്റ്റൻ പറഞ്ഞതും അതുതന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ ചേസ് ചെയ്തപ്പോൾ നന്നായി കളിച്ചു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഏവരും ഉറ്റുനോക്കുന്ന 5ാമത്തെ മത്സരം. ഈ തുടരെ 3 മത്സരങ്ങൾ 26, 28, ഇന്ന് 30. ഈ 3 മത്സരങ്ങൾ ഇന്നത്തേതുകൂടി കഴിയുമ്പോൾ കാര്യവട്ടത്ത് കുടിയിറങ്ങുകയാണ്. ഏകദിന ലോക ചാമ്പ്യന്മാരായ ആ ടീമിൽ കളിച്ച ഏറെക്കുറെ എല്ലാ താരങ്ങളും പങ്കെടുക്കുന്ന ഒരു ഏകദിന 2020 പരമ്പരയിൽ കാര്യവട്ടത്ത് ഇത്തവണ ഭാരത വനിതകൾ ഈ കലണ്ടർ വർഷം പൂർത്തിയാക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ആവേശകരമായൊരു മത്സരം എല്ലാവരും കാത്തിരിക്കുകയാണ്. പരമ്പര തൂത്തുവാരുക എന്നതാണ് ഭാരത വനിതകളുടെ ലക്ഷ്യം. ഇതിനു മുൻപ് 2017 വെസ്റ്റ് ഇൻഡീസിനെതിരെയും 2024 ബംഗ്ലാദേശിനെതിരെയും ഭാരതം 5-0 പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ശ്രീലങ്ക ഇതുവരെ 5-0 പരാജയപ്പെട്ടിട്ടുമില്ല. ആ റെക്കോർഡ് അവർക്ക് നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ ഭാരതത്തിന് ഈ 2025 അവസാന മത്സരം ഏകദിന ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിൽ പോയി അവിടെ ഏകദിന 2020 പരമ്പരകളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയ അമോൽ മജുംദാറിൻ്റെ പെൺകുട്ടികൾ, വനിതകൾ, അവർ ഇനിയുമേറെ മുന്നേറുന്ന ഒരു കാലത്തിൻ്റെ തുടക്കമാണ് ഈ വർഷം അവസാനിക്കുന്നത്. ഈ മത്സരത്തിൽ ജയിച്ചവസാനിപ്പിച്ച് അടുത്ത വർഷം നന്നായി തുടങ്ങണം എന്ന ആഗ്രഹത്തിലാണ് ഭാരത വനിതകൾ, ആരാധകരൊക്കെയും. രാഖി.